ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾ പറയാതെ തന്നെ എല്ലാവരും കേന്ദ്ര ബജറ്റിൽ നിന്ന് അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ബജറ്റിൽ കേരളത്തെക്കുറിച്ചൊന്നും പറയാൻ ധനമന്ത്രിക്കുണ്ടായില്ല. ഇപ്പോൾ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. കടലാമയെ സംരക്ഷിക്കാനുള്ള ഒരു ഭാഗം നല്ല നിലക്ക് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വ്യക്തമാക്കുന്നത്. നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനങ്ങൾ അവയെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ, സംസ്ഥാനങ്ങളെ പരിഗണിക്കേണ്ടതാണല്ലോ. നമ്മളതിനൊന്നും എതിരല്ല. തമിഴ്നാടിനും കർണാടകയ്ക്കും ആന്ധ്രാപ്രദേശിനും എല്ലാം അതിവേഗ റെയിൽ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണത്. പക്ഷേ എന്താണ് കേരളത്തിനുള്ള അയോഗ്യത? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികളെ വാക്കിലോ നോക്കിലോ വിമർശിക്കാൻ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായില്ല. പ്രതിപക്ഷത്തിൻ്റെ വാക്കുകളും നിലപാടുകളും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിനെ പിന്താങ്ങുന്ന നിലയിലേക്കെത്തി. ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. കേരളം ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള ഇടമാണെന്ന് മറന്നുപോയ മോദിയോടാണ് ആമയിഴയും പോലെ വികസനം നടത്തുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പറ്റിക്കുന്ന സംഘപരിവാർ ബുദ്ധി കേരളത്തിൽ നടപ്പില്ല. നിങ്ങൾ നക്കാപ്പിച്ച നൽകിയില്ലെങ്കിലും കേരളത്തിൻ്റെ വികസനം ഹൈസ്പീഡിൽ തന്നെ കുതിക്കും. 56 ഇഞ്ചിൻ്റെ വീമ്പിൽ തളരുകയും തകരുകയും ചെയ്യുന്ന നാടല്ലിത്. 62 ലക്ഷം പേർക്ക് മുടങ്ങാതെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന, 5.5 ലക്ഷം കുടുംബങ്ങൾക്ക് വീടൊരുക്കിയ, 5 ലക്ഷത്തോളം പേർക്ക് കിടക്കാനൊരിടമൊരുക്കിയ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയ, ദേശീയപാതാ വികസനവും ഗെയിൽ പൈപ്പ് ലൈനും യാഥാർത്ഥ്യമാക്കിയ, അങ്ങനെ ലോകത്തോളം കേരളത്തെ വളർത്തിയ ഒരു മുഖ്യമന്ത്രി ഈ നാടിനുണ്ട്. ദുരന്തത്തിൽ പകച്ചുപോയ പിഞ്ചു കുഞ്ഞിനോട് പോലും മുതലക്കണ്ണീരൊഴുക്കിയ നിങ്ങളിലല്ല, ഒരു മഹാപ്രളയത്തിലും മുങ്ങിപ്പോകാതെ, ഒരു മഹാമാരിയിലും ഇറങ്ങലിച്ചു പോകാതെ ഈ നാടിനെ കാത്ത ആ കരുത്തിലാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ തരത്തിലുമുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഞങ്ങളെ ഞെക്കിക്കൊല്ലാനാണ് കഴിഞ്ഞ 12 വർഷമായി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 3.5 കോടി മലയാളികൾ ചോദിച്ചതൊന്നും നിങ്ങൾ നൽകിയില്ലെങ്കിലും ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതൊക്കെ കവർന്നെടുക്കാതെയെങ്കിലും ഇരിക്കണം. പൊന്നുവിലയുള്ള ഞങ്ങളുടെ മണ്ണിലാണ് ഇനി നിങ്ങളുടെ നോട്ടമെന്നും ഞങ്ങൾക്കറിയാം. റെയർ എർത്ത് ഇടനാഴി പ്രഖ്യാപനത്തിലെ ചതിച്ചിരിയും ആമസംരക്ഷണ കേന്ദ്രം നൽകിയതിലെ വിഡ്ഢിച്ചിരിയും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഭാരതം എന്ന പേര് കേട്ട് അഭിമാനപൂരിതരാകുന്നവർ തന്നെയാണ് ഞങ്ങൾ. നിങ്ങൾ ഞങ്ങളോട് കാട്ടുന്ന നെറുകേടുകൾ കാണുമ്പോൾ ചോര തിളയ്ക്കുന്ന ഞരമ്പ് തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത്. എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കിയാലും കരുത്താർജിക്കുന്നതാണ് ഞങ്ങളുടെ ഒരുമയെന്ന് ഓർമ്മ വേണം. പോയി പണി നോക്ക് മോദി എന്ന് 3.5 കോടി പേർ ഒരേ സ്വരത്തിൽ ഉച്ചത്തിൽ പറയുന്നത് അതുകൊണ്ടാണ്. കേരളത്തെ ക്രൂരമായി അവഗണിച്ച, രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് മാത്രമായി ചവച്ച ഈ ബജറ്റ് എന്ത് ബജറ്റ് എന്ന് കേരളം ചോദിക്കുന്നു. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവും മുൻ എംപിയുമായ AM ആരിഫ്, കോൺഗ്രസ് നേതാവ് അനിൽ ബോസ്, BJP നേതാവ് പ്രിൻഡു മഹാദേവ്, സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധനായ ജോർജ് ജോസഫ് എന്നിവരാണ്. നമസ്കാരം എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക്. ഇന്ന് അതിഥികളുടെ എണ്ണക്കൂടുതലുണ്ട്. പക്ഷേ വിഷയം വളരെ ഗൗരവമുള്ളതായതുകൊണ്ട് എല്ലാവരും സമഗ്രമായി തന്നെ നമുക്കൊരു ചുരുങ്ങിയ വാക്കുകളിൽ ചർച്ച കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത്. പ്രിൻഡു, ഏതായാലും നിങ്ങൾ അവതരിപ്പിച്ച, നിങ്ങളുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഇന്ന് കണ്ടതാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. നിങ്ങൾ വയനാട് ദുരന്ത ബാധിതർക്ക് ഒരു നയാ പൈസ നൽകിയില്ലെങ്കിലും, വിഴിഞ്ഞം പദ്ധതിക്ക് ഒരു പൈസ നൽകിയില്ലെങ്കിലും, ദേശീയപാതാ വികസനത്തിൻ്റെ പേരിൽ 6000 കോടി ഞങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് തിരികെ നൽകാതിരുന്നെങ്കിലും, അവസാനമായി 5600 കോടിയുടെ വായ്പ വെട്ടിക്കുറച്ചതിലുമൊക്കെ ഞങ്ങൾക്ക് പരിഭവം ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിലെങ്കിലും ചിലതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതിലൊന്ന് എയിംസ് അടക്കമുള്ള കാര്യങ്ങളാണ്. എന്തിനാണ് ഇത്ര വൈരം, എന്തിനാണ് ഇത്ര പക കേരളത്തോട്? പ്രിൻഡു. അല്ല, കേരളത്തിനോട് ഒരു പകയും കേന്ദ്ര സർക്കാരിനില്ല. രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി
കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ കാലഘട്ടത്തിലെയും ബഡ്ജറ്റുകൾ മറ്റൊരു ബഡ്ജറ്റിൻ്റെ തുടർച്ചയെന്നോണമാണ് അതിനെ സ്വാഭാവികമായി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന മറ്റ് ബഡ്ജറ്റുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ കേരളം നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും കടമെടുപ്പിലും ഒക്കെ ഉള്ള ഈ കേരളത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് ഒരു കേരളത്തിന് വേണ്ടി പാക്കേജ് എന്ന രീതിയിലാണ്. താങ്കൾ പറഞ്ഞ ഒരു വാക്കിൽ ഞാൻ ചോദിക്കുകയാണ്, കേരളം നേടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും കടമെടുപ്പിലും ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് താങ്കൾ സമ്മതിച്ചു, അത് നല്ല കാര്യം. അല്ല ഞാനൊന്ന് ഞാൻ ഇടപെടട്ടെ. ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം അങ്ങ് ഇടപെടുന്നതല്ല അതിൻ്റെ നല്ലത്. പറഞ്ഞോളൂ. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഏതൊക്കെ മേഖലകളാണ് ഉള്ളത്, ആ മേഖലകളെ കൃത്യമായി പഠിച്ച പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനകത്ത് നിങ്ങൾ നോക്കി, കേരളത്തിൻ്റെ ടൂറിസം വികസനം, അതോടൊപ്പം തന്നെ ആയുർവേദ ഹമ്പുകൾ, ധാതു ഇടനാഴി, മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളർത്താനുള്ള സംഭരണികൾ, നാളികേരവും കശുവണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികാസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, കടലാമ പരിചരണ പദ്ധതികൾ, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് എന്ന രീതിയിൽ വിവിധ പദ്ധതികൾ ഈ ബഡ്ജറ്റിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ MSME പദ്ധതികൾ, അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് കേരളം മാറും. അതോടൊപ്പം അടിസ്ഥാന വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള 12.2 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ, അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രമാത്രം കേരളത്തിന് അനുകൂലമായി കേരളത്തിൻ്റെ ഒരു പൊതുപരിസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടൊരു ബഡ്ജറ്റ് മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഏതൊക്കെ മേഖലയാണ് കേരളത്തിൻ്റെ സാധ്യതകളുള്ളത്, ആ സാധ്യതകളൊക്കെ കൃത്യമായിട്ട് വലിയ വളർച്ചയ്ക്ക് വേണ്ടി ഉതകുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ ബഡ്ജറ്റിന് കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ മെഡിക്കൽ, ആയുർവേദ ഹമ്പായിക്കോട്ടെ, മത്സ്യത്തൊഴിലാളി മേഖലയുടെ വികാസമായിക്കോട്ടെ, ധാതു മേഖല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നോക്കൂ, കേരളത്തിന് അനുവദിച്ചിട്ടുള്ള പണം മുൻപത്തേക്കാൾ 10,000 കോടി രൂപ കൂടുതൽ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കേരളത്തെ ഒരു പക്ഷേ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ മറ്റൊരു സംസ്ഥാനത്തിന് അതീതമായിട്ടുള്ള പ്രാധാന്യം ഈ ബഡ്ജറ്റിനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് കുറച്ചും കൂടി കേരളത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിനകത്ത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ കുറേ മേഖലകളുണ്ടല്ലോ, ടൂറിസം വികസനം, കേന്ദ്ര സർക്കാരിൻ്റെ സഹായമില്ലാതെ തന്നെ വികസിച്ച ടൂറിസം മേഖലയാണ് കേരളത്തിൽ. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകാരം നേടിയിട്ടുണ്ട്. ധാതുമണൽ വലിയ വിഷയമാണ്. ഇന്ന് എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് ധാതുമണൽ ഇടനാഴി, അതായത് റെയർ എർത്ത് കോറിഡോർ, കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ ബജറ്റിൽ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. പിന്നെ ധാതുമണലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നല്ല രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ടുപോകുന്നൊരു മേഖലയാണ് ധാതുമണൽ. ഇന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നി. അദ്ദേഹം പറഞ്ഞത് ഈ ധാതുമണൽ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ഇത് ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമമാണോ എന്നാണ് ചോദ്യം. അത് വളരെ പ്രസക്തമാണ് ചോദ്യം. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കശുവണ്ടി വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വികസനം കേരളം പല കാലഘട്ടങ്ങളിൽ നേടിയെടുത്തതാണ് പ്രിൻറ്റു. പിന്നെ ഈ കടലാമ സംരക്ഷണം, അതിൻ്റെ മറുപടി നേരത്തെ തന്നെ ഡിസ്കഷൻ്റെ ഈ ന്യൂസ് ആൻഡ് ന്യൂസിന് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലൂടെ നമ്മൾ കേട്ടതാണ്. പിന്നെ താങ്കൾ പറഞ്ഞത് ഒരു സംസ്ഥാനത്തിനും അധികമായി പണം നൽകിയിട്ടില്ല. 16-ാം ധനകാര്യ കമ്മീഷൻ്റെ വിഹിതം 14% ഉത്തർപ്രദേശിന്, 9% ബീഹാറിന്, കേരളത്തിന് 2.8. കഴിഞ്ഞ തവണ 1. 15-ാം ധനകാര്യ കമ്മീഷൻ 1.9 ആയിരുന്നു. 3.85 ആയിരുന്നു നമ്മുടെ വിഹിതം. അതാണ് വെട്ടിക്കുറച്ച് 1.9 ആക്കിയത്. ഇപ്പോൾ 2.8 ആക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ എവിടെയാണ് നിങ്ങളുടെ പങ്ക്? നിങ്ങൾ എന്താണ് സംഭാവന ചെയ്തത്? അതാണ് ഈ ചോദ്യത്തിൻ്റെ. എന്ത് ബജറ്റാണിത്? കേരളത്തിന് വേണ്ടി ഏതെങ്കിലും കാര്യമുണ്ടോ ഇതിനകത്ത്? അതുപോട്ടെ, ഏതെങ്കിലും ക്ഷേമ പ്രവർത്തനമുണ്ടോ? കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പൊതു ബഡ്ജറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ നടപ്പിലാക്കാൻ പറ്റാത്ത അനവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് ആ പദ്ധതികൾ നിൽക്കുന്ന സർക്കാരല്ല കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ നടപ്പിലാക്കിയ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ഗുണഭോക്താക്കളായിട്ട് കേരളത്തിൽ അനവധി ജനങ്ങൾക്ക് അതിൻ്റെ നേട്ടം കിട്ടുന്നുണ്ട്. ഇപ്പോൾ MSME പ്രൊജക്റ്റ് എടുക്കുക. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഡെഡിക്കേറ്റഡ് റെയർ എർത്ത് കോറിഡോർ, ആ കോറിഡോറുള്ള 2 സംസ്ഥാനങ്ങളെ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ. ഒന്ന് ഗോവയും ഒന്ന് കേരളമാണ്. അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ള 8,780 കോടി രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഭൂരിപക്ഷവും അതിൻ്റെ ഗുണഭോക്താവായിട്ട് വരുന്നത് നമ്മുടെ സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ബയോഫാർമയുടെ പദ്ധതി, അതിനുവേണ്ടി 10,000 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. നമുക്കല്ല ആയുർവേദത്തെ എത്രമാത്രമാണ് നമ്മുടെ നാടും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു 70% അതിൻ്റെ മേജർ ഷെയർ കിട്ടാൻ പോകുന്ന സംസ്ഥാനം കേരളമാണ്. അതോടൊപ്പം തന്നെ MSME പ്രൊജക്റ്റിന് വേണ്ടിയുള്ള 10,000 കോടി രൂപ. അങ്ങനെ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നഴ്സിംഗ്, ഡോക്ടർ മേഖലയുള്ളതാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുകൾ. അതോടൊപ്പം തന്നെ 1.5 ലക്ഷം പേർക്കുള്ള ഗെയർ ഗിവേഴ്സ് പരിശീലനം. ഗെയർ ഗിവേഴ്സ് പദ്ധതിയുടെ ധാരാളം യുവതാക്കൾക്കാണ് അതുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ കിട്ടുക. അതോടൊപ്പം തന്നെ 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ്, ഇപ്പൊ കേരളം പോലുള്ള എഡ്യൂക്കേറ്റഡ് ഹമ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് ദീർഘമായി വായിക്കേണ്ടതില്ല. നിർമ്മലാ സീതാരാമൻ വായിച്ച് നമ്മൾ കേട്ടതാണ്.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ 5 പ്രാവശ്യം 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എയിംസുമായി ബന്ധപ്പെട്ട്. എയിംസ് അല്ല, ഞാൻ പറയട്ടെ, ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരും. ഇവിടുന്ന് തൃശ്ശൂരുകാർക്ക് അബദ്ധം പറ്റി ജയിപ്പിച്ചു വിട്ടൊരു മന്ത്രി പറഞ്ഞതാണ്. എന്തായാലും അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. ശ്രീമതി മേരി ജോർജ്, എങ്ങനെ കാണുന്നു ഈ ബജറ്റിനെ? കേരളത്തിന് വാരിക്കോരി കിട്ടിയെന്ന് തോന്നുന്നു, എങ്ങനെ വിലയിരുത്തുന്നു? അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തെ അവഗണിച്ചു തീർത്തും എന്നും ഞാൻ പറയുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഈ ബജറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ GDP ഗ്രോത്ത്, പ്രതീക്ഷിക്കുന്ന GDP ഗ്രോത്ത് 3,93,393 കോടിയാണ്. അതായത് കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ച 3,54,00,000 ഉയർന്ന GDP ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ സിജു, കഴിഞ്ഞ വർഷം 3,54,00,000 GDP പ്രതീക്ഷിച്ചത് 3,57,00,000 വളർന്നു. അപ്പോൾ നമുക്കറിയാം ഈ താരിഫ് യുദ്ധമൊക്കെ ആഗോളതലത്തിൽ വളരെ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമായിരുന്നു. എന്നിട്ട് കൂടി പ്രതീക്ഷിച്ച GDP 3,54,00,000 അതിനേക്കാൾ കൂടുതൽ 3,57,00,000 വരെ എത്തിക്കാൻ ഒത്തു ഇന്ത്യക്ക്. അപ്പോൾ ഇന്ത്യയുടെ പെർഫോമൻസ് അത്ര മോശമല്ല, അതായത് ഈ ആഗോള സാഹചര്യത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ GDP ഗ്രോത്ത് അത് ഇനിയിപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്ന 3,93,393 കോടി ആ GDP ആണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം അത് നേടിയെടുക്കാൻ വേണ്ടി, അതായത് യുവശക്തി നല്ലവണ്ണം പ്രയോഗിച്ച് അതിൻ്റെ സഹായത്തോടു കൂടി ലക്ഷ്യത്തിലെത്തും എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടീച്ചർ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ടീച്ചർ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു, ആഗോള സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏതായാലും പക്ഷേ GDP കടം എന്ന് പറയുന്നത് 200 ലക്ഷം കോടി ആയിട്ടുണ്ട്. 200 ലക്ഷം കോടി. കഴിഞ്ഞ 2 മാസത്തിനിടെ 35,000 കോടി രൂപയുടെ നിക്ഷേപം, വിദേശ നിക്ഷേപം തിരിച്ചുപോയി. ഈ ആഗോള സാഹചര്യമാണ്, താരിഫ് യുദ്ധത്തിനിടയ്ക്ക്. ഈ 200 ലക്ഷം എന്ന് പറയുന്നത് 55% GDP-യുടെ. ഇതാണോ വലിയ വളർച്ച? അത് വായ്പ വാങ്ങിച്ചത്, അതായത് സിജു ഒരു ഫിനാൻഷ്യൽ ആൻഡ് ഫിസ്ക്കൽ റീഫോംസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് രാജാ ചെല്ലയ്യ എഴുതിയ ഒരു ബുക്കുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ ക്രെഡിറ്റ് വേർതി ആയിട്ടുള്ളൊരു എക്കണോമിസ്റ്റാണ് രാജാ ചെല്ലയ്യ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട്, ഫിസ്ക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് 1996 എഴുതിയ ബുക്കാണ്. ആ ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, കേന്ദ്രത്തിൻ്റെ കടം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ കടം കൂടി ഉൾപ്പെടുന്ന കടമാണ്. അപ്പോൾ നമ്മൾ സംസ്ഥാനങ്ങൾ ക്രമം വിട്ട് കടം മേടിക്കുന്നുവെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ കടത്തിൽ സ്ഫുരിക്കും. അത് മാത്രവുമല്ല, എന്തുകൊണ്ടാണ് FRBM ആക്ട് കൊണ്ടുവന്നത് 2002? സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും ടീച്ചർ പറഞ്ഞ ശരി തന്നെയാണ്. അത് ശരി തന്നെ. 200 ലക്ഷം കടം എന്ന് പറഞ്ഞ് സംസ്ഥാനങ്ങൾ കൂടി കടമെടുക്കുന്നതാണ്. കേരളം ഒരു എക്സെപ്ഷണൽ കേസാണല്ലോ. കേരളം കടമെടുക്കുന്നില്ല. കേരളത്തിന്റെ കടം അങ്ങനെ കുറയുകയാണ്. കേരളത്തിന്റെ കടത്തോത് 35% താഴെയാണ്. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളല്ലേ കടമെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളല്ലേ? അവിടെ ഈ പറയുന്ന രാജാ ചെല്ലയ്യ പറഞ്ഞ പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം നിൽക്കുമെന്ന് തോന്നുന്നില്ല ടീച്ചർ. ഇവിടെ യാഥാർത്ഥ്യമാണ് കണക്കുകൾ പറയുന്നത്. നമുക്കറിയാം, ഈ മോദി സർക്കാർ വന്നതിന് ശേഷം രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 75% വളരെ ചുരുങ്ങി 20 പേരുടെ കയ്യിലും, ബാക്കി 140 കോടി 45 കോടിയുടെ കയ്യിൽ 25% താഴെയും വരുന്ന ഒരു എക്കണോമിക്സ്. ആ എക്കണോമിക്സ് പ്രശ്നമാണ്. അപ്പോൾ സിജു, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പോൾ സിജു പറഞ്ഞതിനോട് എഗ്രി ചെയ്ത് വരുമോ ഞാൻ പറയുന്നത് എന്ന് ഉറപ്പില്ല. അതായത് ഗ്ലോബൽ ഇനീക്വാളിറ്റി ലാബ് 2025-26 പുറത്തിറക്കിയ ഒരു ഇനീക്വാളിറ്റി റിപ്പോർട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയുടെ പൊസിഷൻ സിജു പറഞ്ഞതിനോട് അടുത്ത് വരുന്ന പൊസിഷനാണ്. അതായത് 1% ഇന്ത്യക്കാരുടെ കയ്യിലാണ് 40% ഇന്ത്യയുടെ നാഷണൽ ഇൻകം. 15% ഇന്ത്യക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്
50% ഇന്ത്യക്കാർക്ക് ആകെ ഷെയർ ചെയ്ത് കിട്ടുന്നത് 15% നാഷണൽ ഇൻകം മാത്രമാണ്. അതായത് അത്ര വലിയ അസമത്വം ഇന്ത്യയിലുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തോമസ് പിക്കറ്റിയുടെ പഠനം വന്നിട്ടുണ്ട്. അതായത് 1921-നും ഇന്ത്യയിലെ അസമത്വം തന്നെയാണ് പ്രശ്നം. അസമത്വത്തിന് ഇടയാക്കുന്ന ഈ നയങ്ങൾ തന്നെയാണ്. അത് നമ്മൾ UPA സർക്കാരിന്റെ കാലത്ത് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. ഏതായാലും ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ കണക്കുകളെ സംബന്ധിച്ച് GDP ശരിയാണോ എന്ന് സംബന്ധിച്ച് പുതിയ കാലത്തിൽ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഏതായാലും ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് ഈ GDP കണക്കുകൾ തന്നെയാണ്. ഇവിടെ നമുക്ക് ദേശീയ വിഷയങ്ങളിലേക്കും ക്ഷേമ പദ്ധതികളില്ലാതൊക്കെ നമുക്ക് ഒഴിവാക്കി വെക്കാം. അതിലേക്ക് നമ്മൾ വലിയ വിഷയങ്ങളിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നില്ല. കേരളം എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ പോലെ കേരളം ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള സ്ഥലമല്ലേ? കേരളം 21 ആവശ്യങ്ങൾ ധനമന്ത്രി അവിടെ ആവശ്യപ്പെട്ടിരുന്നു. വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയായ പദ്ധതിയല്ലേ? രാജ്യത്തിന് സമ്പത്ത് കൊണ്ടുവരുന്നതല്ലേ? 1 രൂപ തന്നോ? ഒരു വായ്പ ചോദിച്ചിട്ട് അത് ഗ്രാൻഡ് ചോദിച്ചിട്ട് തിരിച്ചടയ്ക്കുന്ന വായ്പയായി തന്നതല്ലേ? ദേശീയപാത വികസനത്തിന് 6000 കോടി വേറെ ഏതെങ്കിലും സംസ്ഥാനം കൊടുത്തോ? ഇതെല്ലാം ഇരുന്നിട്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണല്ലോ സംസ്ഥാന സർക്കാർ ഇവിടെ ആ വയനാട് ദുരന്തബാധിതരുടെ വായ്പ കോടതിയിലടക്കം, കോടതിക്ക് വരെ പറയേണ്ടി വന്നു. എന്നിട്ടും ഇങ്ങനെ പറയേണ്ടി വരുന്ന എക്കണോമിക്സിൽ ഒരുപക്ഷെ ടീച്ചർക്ക് സംബന്ധിച്ച് ടീച്ചർ അതിൻ്റെ സാങ്കേതിക വശത്തിൽ ഊന്നിയാണ് സംസാരിക്കുക. എന്തിനാണ് ഈ കേരളത്തോടുള്ള ഈ വൈരമെന്ന് താങ്കൾക്ക് വിലയിരുത്താൻ കഴിയുന്നു? അല്ല, ഇവിടെ നമ്മൾ ഈ വയനാട് വായ്പയുടെ കാര്യത്തിൽ തന്നെ തുടങ്ങാം. ഈ വയനാട് വായ്പയുടെ കാര്യത്തിൽ ഹൈക്കോടതി 10-12 പ്രാവശ്യം കേന്ദ്ര സർക്കാരിനോട് അഫിഡവിറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അപകടത്തിന് സ്വാഭാവികമായിട്ട് തന്നെ അങ്ങനെ കടങ്ങൾ എഴുതി തള്ളാനുള്ള ഒരു നിയമവ്യവസ്ഥയുണ്ട്. പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആ നിയമം വരെ മാറ്റുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ അത്രമാത്രം അത് 18 കോടി രൂപയാണ് ഇപ്പോൾ ആ ഏറ്റെടുക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ ജനങ്ങളുടെ ഒരു 18 കോടി രൂപയുടെ ആവശ്യം പോലും, ആ വായ്പ പോലും എഴുതില്ല. ആ സ്ഥാനത്ത് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കോർപ്പറേറ്റുകളുടെ അതിസമ്പന്നരുടെ എത്രയോ ലക്ഷം കോടി രൂപ എഴുതി തള്ളിയതിൻ്റെ കണക്കുകൾ നമ്മൾ നിരന്തരം മീഡിയയിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തല്ല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനിപ്പോൾ നമ്മൾ ഏതെങ്കിലും പദ്ധതിക്കകത്ത് കേരളം അങ്ങനെ ഉൾപ്പെടുന്നുണ്ട് ഇങ്ങനെ ഉൾപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്തൊരു അർത്ഥമില്ല. കാരണം ധനകാര്യമന്ത്രിമാർ ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പായിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്താറുണ്ട്. അത് പ്രകാരം ശ്രീ KN ബാലഗോപാലൻ ഡൽഹിയിൽ പോയി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തി. അവിടെ പോയപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിവേദനമായി മുന്നോട്ട് വെച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള വിശദമായ നിവേദനം കൊടുത്തു. ആ നിവേദനം പൂർണ്ണമായിട്ട് ഒരു ദേശീയ ബഡ്ജറ്റിൽ പരിഗണിക്കാൻ കഴിയില്ല. ഓരോ സംസ്ഥാനവും അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് പരിഗണന കിട്ടിയോ? എന്തെങ്കിലും ഒരു കാര്യത്തിന് പരിഗണന കേരളത്തിന് കിട്ടിയോ? ഇനി കേരളത്തിന് ഏറ്റവും ഒരു അർഹതപ്പെട്ടൊരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ 12 ദേശീയ ജലപാതകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദേശീയ ജലപാതകൾ, അതായത് നമ്മുടെ ഉൾനാടൻ ജലപാത, ആ ഉൾനാടൻ ജലപാതയ്ക്ക് ഏറ്റവും വലിയ അർഹതയുള്ളൊരു സംസ്ഥാനം കേരളമല്ലേ? കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പുഴകളും തോടുകളും നദികളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയല്ലേ? അത്തരത്തിലുള്ളൊരു ദേശീയ ജലപാത വികസനം കേരളം ഓൾറെഡി ഏറ്റെടുത്ത് മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ 12 പദ്ധതിയിൽ പോലും കേരളത്തിൻ്റെ ദേശീയ ജലപാത ഇടം പിടിക്കുന്നില്ല. അതുപോലെ തന്നെ കേരളം, നമ്മൾ വേറൊരു കാര്യം എടുക്കുക, ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ 3 എയിംസ്, ആയുർവേദം സ്പെഷ്യലൈസ് ചെയ്യുന്ന 3 ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കാനുള്ള ഇത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം അവിടെ ഇല്ല. കേരളമാണല്ലോ ലോകത്ത് തന്നെ ആയുർവേദത്തിൻ്റെ ഒരു തറവാടെന്ന് പറയാവുന്ന. ഇപ്പോൾ ചൈനയൊക്കെ വലിയ തോതിൽ ആയുർവേദം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിലും വളരെ ഇതായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആയുർവേദ പാരമ്പര്യം ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ളത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അത്തരത്തിലൊരു എയിംസിൻ്റെ കാര്യത്തിൽ കേരളത്തെ പരിഗണിച്ചിട്ടുണ്ടോ? ഇനി മറ്റ് പല കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ എവിടെയെങ്കിലും കേരളത്തെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റിനകത്ത് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നേർ അവഗണനയുടെ, ഇത് ഈ ബഡ്ജറ്റിൽ കാണുന്ന കാര്യമല്ല,
മുൻകാല ബഡ്ജറ്റുകളിലും തത്തുല്യമായ സ്ഥിതി തന്നെയാണ്. പിന്നെ എല്ലാവർക്കും വീതം വയ്ക്കുമ്പോൾ കേരളത്തിന് എന്തെങ്കിലും കിട്ടും അങ്ങനെ പറയുന്നത് നമുക്ക് ഒരു ലോജിക്ക് വേണമെങ്കിൽ ആ ലോജിക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ പിന്നെ എന്തിനാണ് ധനമന്ത്രിയുമായിട്ട് ഡൽഹി പോയിട്ട് കാശ് മുടക്കി അവിടെ പോയിരുന്ന് ഈ വർത്താനം പറഞ്ഞു പോരുന്നത്? അതൊന്നും പരിഗണിക്കാനല്ലെങ്കിൽ താങ്കൾ പറഞ്ഞത് തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ്. ഉൾനാടൻ ജലഗതാഗത പദ്ധതി അടക്കം, ആയുർവേദത്തിന്റെ പദ്ധതി അടക്കം, അതിവേഗ ഇടനാഴി അടക്കം ചോദിച്ചിട്ടുണ്ട്, ഹൈസ്പീഡ് റെയിൽവേ അടക്കം കിട്ടിയിട്ടില്ല. ആരിഫ് കൂടി ചേരുകയാണ്. ശ്രീ ആരിഫ്, ഏതായാലും കേരളത്തിന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കടലാമ സംരക്ഷണ കേന്ദ്രം കിട്ടിയിട്ടുണ്ട്. ആമ ഇഴയുന്നത് പോലെയുള്ള വികസനമുള്ള പല സ്ഥലങ്ങളെയും കണ്ടിട്ടായിരിക്കണം നമ്മളിവിടെ ഹൈസ്പീഡിൽ പോകുന്ന ഈ വികസനം അത്ര പോരാ എന്ന് കരുതിയിട്ടായിരിക്കണം ആമ സംരക്ഷണ കേന്ദ്രം നൽകിയിട്ടിരിക്കുന്നത്. എന്തിനാണ് ഈ വൈരം? നമ്മൾ ചോദിച്ച ഏതെങ്കിലും കാര്യം അവർ തന്നിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഈ പുതിയ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ റെയർ എർത്ത് ഇടനാഴി എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു. റെയർ എർത്ത് ഇടനാഴി അത് താങ്കൾക്കും അറിയാം. നമ്മുടെ നിയമസഭ നമ്മുടെ ബജറ്റിൽ ഈ റെയർ എർത്ത് ഇടനാഴി നമ്മൾ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. നമ്മളിവിടെ KMML ഉണ്ട്, ട്രാവൻകൂർ ടൈറ്റാനിയം ഉണ്ട്, അങ്ങനെ നിരവധി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം, ഇന്ത്യൻ റെയർ എർത്ത് അടക്കമുണ്ട്. വലിയ മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അടിച്ചു മാറ്റാനാണ് ശ്രമമെന്നാണെന്ന് പി രാജീവ് മന്ത്രി ചോദിക്കുകയും ചെയ്തത്. എങ്ങനെ വിലയിരുത്തുന്നു കേരളത്തോടുള്ള അവഗണന ഈ ബജറ്റിനെ? അല്ല, പൊതുവിൽ എല്ലാവരും ഈ കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തോടുള്ള സമീപന രീതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആമയും തേങ്ങയും മാത്രമാണ് കേരളത്തിലുള്ളത്. തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ആലങ്കാരികമായി ചോദിക്കുക, തേങ്ങയ്ക്കും പ്രത്യേകിച്ച് പണമൊന്നുമില്ല, എങ്കിലും ആമയും തേങ്ങയും പറഞ്ഞ് കേരളത്തെ കബളിപ്പിക്കുക എന്നതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂരൽമലയിലെയും മുണ്ടക്കയത്തെയും ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തെ സംബന്ധിച്ച് പരാമർശിച്ച ഒരു പരാമർശമുണ്ട്. എല്ലാ മാധ്യമങ്ങളും അത് വേണ്ടത്ര പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേന്ദ്ര ഗവൺമെൻറ് സമീപിക്കുന്നത് അന്യഗ്രഹജീവികളാണോ കേരളത്തിലെ ജനങ്ങളെന്നാണ്. ഏതാണ്ട് ഒരു പത്രം എങ്ങാണ്ട് മാത്രമാണ് അന്യഗ്രഹജീവികളാണോ എന്ന ഹൈക്കോടതിയുടെ ആ ചോദ്യം വലിയ പ്രാധാന്യത്തോടെ കൊടുത്തത്. മറ്റ് പത്രങ്ങളൊന്നും ആ കമൻറ്റ്, ഹൈക്കോടതിയുടെ ആ കമൻറ്റ് കണ്ട ഭാവം നടിച്ചില്ല. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ അവഗണിക്കുന്നതിന് ഒരു മടിയുമില്ലാതെ ഇവിടെ വന്ന് വാതോരാതെ കേരളത്തെക്കുറിച്ച് പ്രകീർത്തിക്കുക, പുകഴ്ത്തി പറയുക, കേരളം കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് പറയുക, കേരളം അഭിമാനകരമായ വളർച്ചയാണെന്ന് പറയുക. പിന്നെ മിനിഞ്ഞാന്ന് പ്രസിദ്ധീകരിച്ച എക്കണോമിക് സർവേയിൽ പറയുകയാണ് കേരളം പോവർട്ടി ഇറാഡിക്കേഷന് കാണിച്ച ഈ മാതൃക ഇന്ത്യ ആകെ മാതൃകയാക്കേണ്ടത് എന്ന് പറയുക. പക്ഷേ കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പേരിൽ കേരളത്തെ ശിക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപമാനിതരായ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ട്, പ്രമുഖ വ്യക്തികൾ. അതിലൊന്ന് ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ഇങ്ങനെ എന്താണ് എയിംസ് അവിടെ വേണോ ഇവിടെ വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് ആലപ്പുഴക്കാർക്ക് തരാൻ പോകണമെന്ന് പറഞ്ഞ് വലിയ തോതിൽ വലിയ മോഹം ആലപ്പുഴയ്ക്ക് വിതറുകയുണ്ടായി. അവസാനം ഇപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും സോഷ്യൽ മീഡിയ അടക്കം ഓരോ സ്ഥലത്തും പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ ആളാണെങ്കിൽ എയിംസ് ആലപ്പുഴയിൽ വരും, ആലപ്പുഴയുടെ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തൃശ്ശൂർ ആയിരിക്കും. ഏതായാലും തൃശ്ശൂർകാർക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ട്. അത് പോട്ടെ, അദ്ദേഹം വിളിച്ചത് പദപ്രയോഗം ഓർക്കുന്നുണ്ടോ? എന്ത് മോനെ എന്നാണ് എന്നുള്ളത് അറിയാമല്ലോ. കേരളീയരെ ആകെ വിളിച്ച പേര് ഒരു പ്രത്യേക പേരിലാണ് അദ്ദേഹം വിളിച്ചത്. ഞാനത് ആവർത്തിക്കുന്നില്ല. എന്നിട്ട് ജെയിംസ് വരും മോനെ എന്ന് പറഞ്ഞ ആ ഡാഷ് മോനെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗം വാസ്തവത്തിൽ കേരളീയരെ ആകെ കളിയാക്കുന്ന രീതിയിലായില്ലേ. അതുപോലെ തന്നെയാണ് ഈ ശ്രീധരൻ സാറിനെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെല്ലാം സർവാത്മന പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്. അദ്ദേഹം വഴിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിവേഗ റെയിൽവേ കേരളത്തിൽ കിട്ടിയാൽ മതി, അതിലെല്ലാ സപ്പോർട്ടും കേരള ഗവൺമെൻറ് നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അദ്ദേഹവും നിരാശനായിരിക്കുകയാണ്. പക്ഷേ ആ നിരാശയിൽ നിന്ന് പിന്നെ അദ്ദേഹം പിന്നെന്താ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം എന്തൊക്കെയോ ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശം പോലും ഈ കേരളത്തെ സംബന്ധിച്ച് ഈ അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അത് ഒന്നുകിൽ 7 പ്രധാന അതിവേഗ റെയിൽവേ ഇടനാഴികളെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വേണ്ടിയില്ല. അതിലൊന്നും DPR തയ്യാറായിട്ടില്ല. DPR തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ 7 എണ്ണത്തിൻ്റെയും DPR തയ്യാറാക്കിയിട്ടാണോ ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് DPR പിന്നെ ഉള്ളത് മാത്രമേ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കത്തുള്ളൂ. ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലതെല്ലാം DPR ഉണ്ടാക്കുന്നത്. അപ്പോൾ
വാസ്തവത്തിൽ 2 പ്രധാന വ്യക്തികളെ പോലും അപമാനിക്കുകയാണ് ചെയ്തത്. കേരളത്തെ പിന്നെ അന്യഗ്രഹജീവികളായിട്ട് കാണുന്നത്, കേരളത്തിലെ ജനങ്ങളോടുള്ള അവഗണന പിന്നെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ വന്ന് കുട്ടികളുടെ കവളത്തൊക്കെ പിടിച്ച് പിന്നെ മോഡി മാമൻ പോയിട്ട് വന്നാൽ തരാമെന്ന് പറഞ്ഞ് പോയിച്ച് അവിടുന്ന് ബില്ലയൊക്കെ ചെയ്തത്. വന്ന ഹെലികോപ്റ്ററിൻ്റെ ചാർജ് അടക്കം, അതുപോലെ തന്നെ അവിടെ പിന്നെ ബെയിലി പാലം നിർമ്മിച്ചതിൻ്റെ പൈസ, പിന്നെ റേഷൻ തന്നതിൻ്റെ പൈസ, അതുപോലെ തന്നെ CRPFകാരെ അയച്ചതിൻ്റെ പൈസ, ഇതെല്ലാം കൂടി അങ്ങോട്ട് അടയ്ക്കാനാണ് പറഞ്ഞത്. അല്ലാതെ നമുക്ക് ഇങ്ങോട്ടൊന്നും തന്നില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരളത്തിലെ ജനങ്ങൾ അന്യഗ്രഹ ജീവികളാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ പോലും വന്നത്. എന്തായാലും അവർ നമ്മളെ എങ്ങനെയെല്ലാം പിന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിനെല്ലാം അതിജീവിച്ച് കേരളം പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, അതായത് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും പ്രതിപക്ഷം കേന്ദ്രത്തെ വിമർശിക്കുന്നില്ല. അത് നമ്മൾ കണ്ടതാണ്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഞങ്ങളില്ല, സർക്കാരിനോടൊപ്പം എന്ന് പറഞ്ഞതാണ് നിങ്ങൾ കഴിഞ്ഞ നിയമസഭയിലടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ പ്രതിപക്ഷം എന്നില്ല, ഭരണപക്ഷം എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഇത്രയധികം അവഗണന, ഇന്നത്തെ ബജറ്റിൻ്റെ വിഷയം മാത്രമല്ല, വലിയ തരത്തിലുള്ള അവഗണനകൾ, വലിയ തരത്തിലുള്ള നെറികേടുകൾ കേന്ദ്രം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളതിന് ഒത്താശ പാടുകയാണ്. അതാണ് മുഖ്യമന്ത്രി പല അവസരങ്ങളിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. നിങ്ങളും ഈ പറയുന്ന കൂട്ടത്തിൽ അന്യഗ്രഹ ജീവികളാണെന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെയും പെരുമാറ്റം മാറുന്നുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിലുള്ളത്. നമ്മൾ ഈ കേന്ദ്ര ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൻ്റെ കേരളത്തോടുള്ള സമീപനം പൊതുവികസനത്തിന് ഗുണമാകുന്നതല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തുമ്പോൾ ക്ഷീരമുള്ളൂർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന ഒരു സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായി ചർച്ച നയിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ പറയുന്ന അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്, എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമുണ്ട്. നമ്മൾ പൊതുവായ ഒരു വികസനത്തെക്കുറിച്ച് പൊതു മനസ്സോടുകൂടി ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലെങ്കിലും നമ്മൾ പറയത്തില്ലേ, കൊടംപുളി കലക്കാൻ ശ്രമിക്കരുത് എന്ന് പറയത്തില്ലേ. അപ്പോൾ ആ ഒരു മര്യാദ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇവിടെ കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഡ്ജറ്റിൻ്റെ തൊട്ട് മുമ്പാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നത്. വരുന്നതിന് മുമ്പ് കേരളത്തിൽ BJP സൃഷ്ടിച്ച പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്, ഇങ്ങോട്ട് വരട്ടെ, കേരളത്തിൻ്റെ മുഖം മാറ്റുന്ന, തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച് പ്രൗഢിയുണ്ടാകുന്ന ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന വലിയ ആവേശം നിറഞ്ഞ വാക്കുകളുടെ ഒരു പ്രചാരണമായിരുന്നു എല്ലാ സംഘപരിവാർ വേദികളിലും, പ്രത്യേകിച്ച് BJP, CPM അവരുമായിട്ട് സഹകരിച്ചിരിക്കുന്ന എല്ലാവരും പ്രചരിപ്പിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് വരുന്നു, ഇപ്പോൾ തന്നെ ഇവിടെ എന്താ പറയുക, മലമറിക്കും എന്ന നിലയിലേക്കാണ് വന്നത്. നമ്മൾ വന്നു, സത്യം പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെയും തിരുവനന്തപുരം മേയറുടെയൊക്കെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ഇഞ്ചി കടിച്ച അവസ്ഥയായിരുന്നു, വല്ലാത്ത അവസ്ഥയായിരുന്നു. മർക്കടസ്യ സുരോവരം മധ്യേ മുറിച്ചിക ദംസനം എന്ന് പറയുന്ന പോലെയാണ്. കുരങ്ങനെ തേള് കുത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും, ആ കുരങ്ങൻ കള്ളൂടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന അവസ്ഥയിലാണ് BJPയുടെ നേതാക്കളുടെ സ്ഥിതി. അപ്പോൾ അവർ പറഞ്ഞത്, പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, അങ്ങനെ വന്ന് പ്രധാനമന്ത്രിക്ക് ഏകപക്ഷീയമായി പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഇവിടെ അല്ലല്ലോ അത് പ്രഖ്യാപിക്കേണ്ടത് ബഡ്ജറ്റിലല്ലേ, ബഡ്ജറ്റ് വരട്ടെ കാണിച്ചു തരാം എന്ന് പറയുകയുണ്ടായി. അപ്പം നമ്മൾ വിചാരിച്ചു ബഡ്ജറ്റ് വരും, വിപ്ലവാത്മകമായ നടപടികളുണ്ടാവും. കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ ശ്രീ ആരിഫ്, ഞങ്ങൾ 2 പാർട്ടിക്കാരാണ്, പക്ഷേ അദ്ദേഹം പ്രതിപാദിച്ചത് ഓരോ ദിവസവും കേന്ദ്രമന്ത്രിയായി MP ആയി ആദ്യമായി BJP ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അപ്പോൾ അവിടെ അത്ഭുതങ്ങൾ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത്രയധികം നരേന്ദ്രമോദിയുമായി ബന്ധമുള്ള, വ്യക്തിപരമായി വൈകാരികമായി ജ്യേഷ്ഠാനി ബന്ധം കാത്തു സൂക്ഷിക്കുന്നയാളാണ് അദ്ദേഹം. ആലപ്പുഴയ്ക്ക് എയിംസ് വരുമെന്ന് പറഞ്ഞപ്പോൾ ആരിഫും ഞാനുമൊക്കെ 2 പാർട്ടിക്കാരാണെങ്കിലും ഞങ്ങളും ഒന്ന് തുള്ളിച്ചാടി. ഏതായാലും എയിംസ് ആലപ്പുഴ വരുമല്ലോ, വലിയ സന്തോഷമായിരുന്നു, വലിയ സന്തോഷത്തിലാണ് നമ്മൾ, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യത്തിലും എന്തെങ്കിലും ചെയ്യാൻ ഈ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, കേരള ഘടകമുണ്ടല്ലോ, അവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദമാകാമല്ലോ, അത് ചെയ്തില്ല. അതിവേഗ റെയിൽപാത എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റ് സ്ഥലത്തെ വേഗതയും ഇവിടുത്തെ കാര്യവുമായി ബന്ധപ്പെട്ട് ടെക്നിക്കലായി പറയുന്ന ആളുകൾ പറയുന്നത് 300 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു, ഇവിടെ 200 കിലോമീറ്റർ വേഗതയിലാണ്. ഏത് കിലോമീറ്റർ വേഗതയിൽ എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയില്ല, ഒരു പ്രഖ്യാപനമില്ല. ഞാൻ പോട്ടെ, നമ്മൾ വലിയ വിപ്ലവാത്മകമായി വലിയ വികസന
രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഇനി അതിവേഗ റെയിൽവേയെക്കുറിച്ചോ മൾട്ടിനാഷണൽ കമ്പനികളെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ നിത്യവും അവർ ആഹാരം കഴിക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് വലിയ പരിരക്ഷ കിട്ടുന്ന ഒരു പദ്ധതിയാണല്ലോ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. അറിയാമല്ലോ, 369 രൂപ പ്രതിദിനം വേതനം കിട്ടുക എന്ന് പറഞ്ഞാൽ 100 ദിവസമാകുമ്പോൾ 36,900 കൈ കിട്ടുകയാണ്. വലിയ കഠിനാധ്വാനമില്ല. ജോലിയെ ഞാൻ മോശമായി പറയുകയല്ല, പക്ഷേ എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഒരു വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ അവസ്ഥ എന്താണ്? അതിനെക്കുറിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളത്? അത് കേരളത്തിന് മാത്രം പ്രയോജനം ഉണ്ടാക്കുന്ന കാര്യമല്ലല്ലോ. ഇന്ത്യയിൽ ആകമാനമുള്ള കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്നൊരു പദ്ധതി. അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇത് മാത്രമല്ല, ഇവർ ഓരോ കാര്യങ്ങളിലും പേരുകൾ മാറ്റുകയാണ്, പദ്ധതികളുടെ പേരുകൾ മാറ്റുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ അവിടെ വന്ന് സംസാരിച്ച ആൾ പറഞ്ഞത്, BJPയുടെ പ്രതിനിധി പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ചും പിന്നെ ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചുമാണ്. അതിലൊന്നും ഇവർക്ക് യാതൊരു പങ്കുമില്ല. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് പ്രതിമാസം 35 കിലോ അരി കിട്ടുന്നതും BJP സർക്കാരുമായിട്ട് എന്താ ബന്ധം? അതൊക്കെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിപ്ലവകരമായ നടപടികൾ, അത് അവകാശമാക്കി മാറ്റിയ നടപടിയൊക്കെ UPA ഗവൺമെൻറ് കാലത്ത് നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് പറയാനില്ല. കാർഷിക മേഖല എടുത്താൽ, തൊഴിലില്ലായ്മ എടുത്താൽ, ഇപ്പോൾ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സ്വകാര്യ മേഖലയിൽ ഉറപ്പുവരുത്തുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 10-11 വർഷമായിട്ട് എന്താണ് ഉറപ്പുവരുത്തിയെന്ന് ഇവർ പറയണ്ടേ? ഇവർക്ക് വിസ്മയം സൃഷ്ടിക്കാൻ കഴിയുന്ന ഏത് വികസനമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയണ്ടേ? 11 വർഷത്തിനകം ഇപ്പോൾ ഈ ചർച്ച ഇപ്പോൾ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് അവിടെ നിൽക്കട്ടെ. ഇതുവരെ പ്രഖ്യാപിച്ച ബഡ്ജറ്റുകൾ കേരളത്തിന് കൊണ്ടുവന്ന എന്തൊക്കെ നേട്ടമാണ് കേരളത്തിന് കൊണ്ടുവന്നെന്ന് അവർ പറയട്ടെ. അങ്ങനെയല്ലേ നമ്മൾ അദ്ദേഹം അൽബോസ് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് കേരളത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. നിലവിൽ ഈ എയിംസിൻ്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞല്ലോ, എയിംസ് ഇന്ന സ്ഥലത്ത് പ്രഖ്യാപിക്കുക, ഇന്ന സ്ഥലത്ത് തരാമെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് സ്ഥലം എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന് നിർമ്മലാ സീതാരാമൻ്റെ ഈ ബജറ്റ് പ്രസംഗം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, അവിടെ ഹൈദരാബാദ്, അഹമ്മദാബാദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചെന്നൈ വരെ എത്തി നിൽക്കുന്നുണ്ട്, പിന്നീട് ഇങ്ങോട്ടില്ല. കേരളം എത്ര നാളുകളായി ഹൈസ്പീഡ് റെയിൽവേ, ഏറ്റവും ഒടുവിലായി ഈ ശ്രീധരനെ കൊണ്ടുവരെ നിങ്ങൾ പറയിപ്പിച്ചതാണോ എന്നറിയില്ല. ഏതായാലും കേരളത്തിന് ഹൈസ്പീഡ് റെയിൽ വരാൻ പോകുന്നു. എന്തായിരുന്നു പ്രശ്നം എയിംസിനും ഈ ഹൈസ്പീഡ് റെയിലിനും? അല്ല, ഇതിനകത്ത് ഈ എയിംസ് മുഖ്യമന്ത്രിയാണ് ചെറിയ കാര്യമൊന്നുമല്ല. കേരളത്തിന് ഈ എയിംസ് എന്ന് പറയുന്ന വാചകം തന്നെ ഇങ്ങനെ പറയാനുള്ളൊരു അവസരം ഉണ്ടായത് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ അനിൽ ബോസിൻ്റെ പാർട്ടി ഒന്ന് മനസ്സിലായി, UPA സർക്കാർ 10 വർഷം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടെ ഉണ്ടായി, അതിന് സ്വതന്ത്രമായിട്ടുണ്ടായി. ആ സമയത്ത് ആരിഫ് സാർ അടക്കം MP ആവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊന്നും എന്തേ ഈ എയിംസ് കൊണ്ടുവരെ കേരളത്തിലേക്ക് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല, ഒരു ചർച്ച ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് എയിംസ് കൊണ്ടുവരാൻ 3 സ്ഥലങ്ങളാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. അതിനകത്ത് കൃത്യമായ ഒരു സ്ഥലം നൽകണമെന്ന് പറഞ്ഞപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ കോഴിക്കോട് കിനാലൂരിലുള്ള സ്ഥലമാണ്. ആ സ്ഥലം തർക്കത്തിൽ നിൽക്കുകയാണ്. അതിനകത്ത് ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ എയിംസ് തരാമെന്നുള്ള കാര്യമാണ് നിർമ്മലാ സീതാരാമനും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടത്. അതിനകത്തൊരു വ്യക്തത വരുത്താൻ സംസ്ഥാന സർക്കാർ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഒരു എയിംസ് പ്രഖ്യാപിക്കാൻ ബഡ്ജറ്റ് മാത്രമല്ല, ബഡ്ജറ്റിനകത്തും പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സംവിധാനമാണ് കേരളത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി. അപ്പോൾ അതുകൊണ്ട് ഒരു എയിംസ് പ്രഖ്യാപിക്കാൻ നിങ്ങൾ കൃത്യമായിട്ടൊരു സ്ഥലം നൽകി അതിൻ്റെ തർക്കമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു സംശയം വേണ്ട. ആദരണീയനായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതുപോലെ എയിംസ് തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പിന്നെ അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയൊന്നും അപമാനിച്ചിട്ടില്ല. ഒരു CPM-ൻ്റെ ഇടതുപക്ഷ സർക്കാരിൽ ഒരു മന്ത്രിക്ക് കൊടുത്ത ഒരു മറുപടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരു ചില പദപ്രയോഗങ്ങൾ നടത്തിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ, പല ഘടകങ്ങൾ, കേരളം പോലുള്ള ഒരു സംസ്ഥാനം, അവിടുത്തെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള വീട് വീടാന്തരം കയറി ഇറങ്ങി അതിനെതിരെ പ്രചാരണം നടത്തിയതും കല്ല് പിടിഞ്ഞെറിഞ്ഞ ആരൊക്കെയാണ് നമ്മൾ കണ്ടതാണ്. അതിന് കൂടുതൽ സംസാരിച്ചു പോകേണ്ട കാര്യമില്ല. പിന്നെ ബജറ്റിലല്ലാതെ പ്രഖ്യാപിക്കാൻ ഒരുപാട് അവസരങ്ങൾ കോടതിയിലടക്കം പോയതാണ് പല കേരളത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി. അതവിടെ നിൽക്കട്ടെ. അല്ലെ, പ്രിന്റു പറഞ്ഞത് വ്യക്തമായി. ശ്രീ ആരിഫ്, താങ്കൾക്കറിയാമല്ലോ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ 3 സ്ഥലം, കിനാലൂര് പ്രശ്നം പറഞ്ഞു. ശ്രീ ആരിഫ്, അല്ല താങ്കൾ പറഞ്ഞ പ്രിന്റു പറഞ്ഞത് ശരിയായി. പ്രിന്റു പറഞ്ഞ പോയിന്റ് വ്യക്തമായി. ശ്രീ ആരിഫ്, ആ പറയുന്ന 3 സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അവർ കാണിച്ചു തന്നോ? 3 സ്ഥലങ്ങൾ എന്താണ് പ്രശ്നം ആരിഫ്?
അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ വിശദീകരണം പൂർണ്ണമായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇവിടെ എന്തോ പിന്നെ അല്ല, ഞാൻ പറഞ്ഞുതരാം, താങ്കൾക്ക് പറഞ്ഞുതരാം. അതായത് കിനാലൂരിലാണ് ഒരു സ്ഥലം കണ്ടെത്തി എയിംസിന്റെ. കേൾക്കാമോ താങ്കൾക്ക്? എയിംസ് സ്ഥാപിക്കുന്നു കിനാലൂരിലെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പിന്റെ കേൾക്കുന്നുണ്ടോ? താങ്കൾ കേൾക്കുന്നുണ്ടോ? എയിംസ് സ്ഥാപിക്കുന്നത് കേൾക്കുന്നുണ്ട്. അതായത് എയിംസുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്നത് കിനാലൂരിൽ വ്യവസായ വകുപ്പിന്റെ തടസ്സമാണ്. മറ്റ് 2 സ്ഥലങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നം. പിന്നെ ബജറ്റ് മാത്രമല്ലല്ലോ, വീണ്ടും പ്രഖ്യാപിക്കാമല്ലോ. ഒരു തടസ്സവും ഇല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും ആരോഗ്യവകുപ്പ് മന്ത്രിയായ ശ്രീ നദ്ദയോടും സംസാരിച്ച് മുഴുവൻ ഡോക്യുമെന്റും കിനാലൂരിലെ സമർപ്പിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അത് എല്ലാ രേഖകളും സമർപ്പിച്ചു. ആ സമർപ്പിക്കുന്ന ആദ്യഘട്ടത്തിൽ ആ ഡോക്യുമെന്റ് സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ പാർലമെന്റിലുള്ള സമയമാണ്. ആ സമയത്ത് ഡോക്യുമെന്റ് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു. ഒരു പ്രശ്നവും കിനാലൂരിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നില്ല. തരാം ഉറപ്പ് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയോട് ഉറപ്പ് പറയുന്നു, ആരോഗ്യമന്ത്രിയോട് ഉറപ്പ് പറയുന്നു, തന്നേക്കാം, ധൈര്യമായിട്ട് പോ എന്ന് പറയുന്നു. പക്ഷേ പ്രഖ്യാപനം വരുമ്പോൾ കിട്ടുന്നില്ല. ഇതാണ് കിനാലൂരിലെ കൊടുത്തത്. ഒരെണ്ണം മാത്രമായി സ്പെസിഫിക്കായി പറയണം എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് കിനാലൂരിൽ പറഞ്ഞത്. നേരത്തെ കോട്ടയത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 സ്ഥലങ്ങൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരോട് ആവശ്യപ്പെട്ടുള്ളത്. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പിന്നെ ഭൂമിയെ സംബന്ധിച്ച് എന്ത് തർക്കം? സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ സംബന്ധിച്ച് ആരുടെ തർക്കത്തെ കുറിച്ചാണ്? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ച് വെറുതെ ദേവി ഇത് പറയരുത്. ദേവി അറിയാവുന്ന കാര്യത്തെ കുറിച്ച് പറയുക. ഏതെങ്കിലും ഒരു തരത്തിലുള്ള തർക്കവും അവശേഷിക്കുന്നില്ല. സർക്കാർ ഭൂമി കൈമാറിയിട്ട് വർഷങ്ങളായി. ആ വസ്തു എല്ലാ ഡോക്യുമെന്റ്സും സമർപ്പിച്ചു കഴിഞ്ഞു. ഇത് പാർലമെന്റ് പലവട്ടം ഞങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. പക്ഷേ തരാമെന്നാണ് അപ്പോഴും പറയുന്നത്, തരുന്നില്ല എന്ന് പറയുന്നില്ല. എന്താണ് കുറ്റം? എന്താണ് ഇത്? വസ്തുവിൻ്റെ പ്രശ്ന കാരണം ഞങ്ങൾക്ക് തന്ന ഡോക്യുമെന്റ് ശരിയല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ തരാത്തതെന്ന് പറഞ്ഞോ? എവിടെയെങ്കിലും പറഞ്ഞോ? ആകെ കൂടി വസ്തുവിൻ്റെ പ്രശ്നത്തിൽ തർക്കമുണ്ടെന്ന് പറയുന്ന പ്രിന്റൂര് മാത്രമേ. പ്രിന്റൂര് തരാൻ പറ്റത്തില്ലല്ലോ. ഈ പറയേണ്ടത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയല്ലേ പറയേണ്ടത്, അല്ലെ ആരോഗ്യമന്ത്രിയല്ലേ പറയേണ്ടത്? അവരാരെങ്കിലും ഈ സമയം വരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് എയിംസ് തരാത്തതിൻ്റെ കാരണം വസ്തുവിൻ്റെ ഡോക്യുമെന്റേഷൻ കറക്റ്റ് അല്ല, തർക്കമുള്ളത് കൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ഉത്തരവാദിത്തത്തോട് പറഞ്ഞിട്ടുണ്ടോ? പറയാത്ത കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ആര് പറഞ്ഞിട്ട് പറയുന്നതാണ്? നിങ്ങളോട് പറഞ്ഞോ ഗവൺമെൻറ്? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? BJPയുടെ നേതാക്കന്മാരെ വിളിച്ച് പറഞ്ഞോ ഞങ്ങൾ തരാൻ തയ്യാറാണ്, ആ വസ്തുവിൻ്റെ പ്രശ്നം ഒന്ന് ക്ലിയർ ചെയ്ത് തരണമെന്ന് നിങ്ങളോട് പറഞ്ഞോ? ചുമ്മാ വെറുതെ അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വാദിച്ചു പോകുന്നത് നമ്മൾ വെറുതെ ആളുകളുടെ മുമ്പിൽ അപഹാസ്യമായ. ശ്രീ ആരിഫ്, താങ്കൾ പറഞ്ഞതിനാണ് ശരി. അതായത് ഈ ഭൂമി ഏറ്റെടുക്കൽ ഇവരിപ്പോൾ പറയുന്ന ന്യായം ഇതാണ്, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം. പിന്നെ കൂടുതൽ പറയേണ്ടതില്ല. ഈ 18 കോടിയുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് നാളുകളോളം ഹൈക്കോടതിയിൽ നിയമപോരാട്ടത്തിന് പോയവരാണ്. ഞാൻ പറയുന്നത് അതല്ല, പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങളെല്ലാം എയിംസിന് വേണ്ടി സബ്മിഷൻ ഉന്നയിക്കുമ്പോഴോ, പോട്ടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് കാണുമ്പോഴോ, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്ന് കാണുമ്പോഴോ നിങ്ങൾ വസ്തുവുമായി ബന്ധപ്പെട്ട ഇവിടെ തർക്കമുള്ളത് കൊണ്ടാണ് തരാത്തത്, അതുകൊണ്ട് നിങ്ങൾ ആ തർക്കം ഒന്ന് തീർത്തിട്ട് വാ, ഞങ്ങൾ തന്നേക്കാമെന്ന് ഇവരോട് ആരോടെങ്കിലും ഈ നേരം വരെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പിന്നെ പറയാത്ത കാര്യം ഇദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി ഈ വാർത്ത? ചുമ്മാ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്, തരാത്തതിന് ന്യായീകരിക്കുകയല്ല വേണ്ടത്. അതിന് നിങ്ങൾ ശക്തമായി ഈ കേരളീയനാണെങ്കിൽ കേരളത്തിന് വേണ്ടി വാദിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താ ബഡ്ജറ്റ് പ്രഖ്യാപിക്കണോ? ബഡ്ജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച 7 എണ്ണം പ്രഖ്യാപിക്കാതെ ഇരുന്നിരുന്നേ കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ 7 ഇടനാഴികൾ, അതായത് ഹൈദരാബാദ് ചെന്നൈ, ഹൈദരാബാദ് ബാംഗ്ലൂർ, അതുപോലെ തന്നെ ഇതെല്ലാം ഇങ്ങനെ 7 എണ്ണം പ്രഖ്യാപിച്ചിട്ട് കേരളത്തിൽ പ്രഖ്യാപിക്കാതിരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ന്യായീകരിക്കുകയാണ്. എന്താ പറയുന്നത്? ബഡ്ജറ്റ് പ്രഖ്യാപിക്കണമെന്നില്ല, എപ്പോഴെങ്കിലും അനുവദിച്ചാൽ പോരെ, അങ്ങനെ മതിയായിരിക്കാം. പക്ഷേ അത് കേരളത്തിലെ ബഡ്ജറ്റാണ് ചർച്ച. ബഡ്ജറ്റിൽ 7 എണ്ണം പ്രഖ്യാപിച്ചിരിക്കുന്നു, കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അതേക്കുറിച്ച് പറ നിങ്ങൾ ആദ്യം. എന്നിട്ടല്ലേ ഭാവിയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഒരു ഉൾവിളി വരുന്ന സമയത്ത് പ്രഖ്യാപിക്കാം എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. അതാണോ നമ്മുടെ ചർച്ച ഇന്നത്തെ? നിങ്ങൾക്ക് ഉൾവിളി വരുന്നതിനെ കുറിച്ചുള്ളതല്ല ചർച്ച. ഈ ബഡ്ജറ്റിൽ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല എന്നതിനെ കുറിച്ചാണ് സ്പെസിഫിക് ചർച്ച.
ആ ചർച്ചയെക്കുറിച്ച് സാർ, പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞ എപ്പോഴെങ്കിലും കാര്യത്തിൽ ഒരു ഉൾവിളി തോന്നും. ആ സമയത്ത് അനുവദിക്കാം. അപ്പോഴാണോ എന്നെ പറയാൻ അനുവദിച്ചാൽ അങ്ങ് ഈ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ നോക്കി കിനാലൂർ കാന്തനാട് വില്ലേജുകളിൽ കുടുംബങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങൾ തർക്കമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല സാർ, അങ്ങ് തർക്കമില്ല എന്ന് പറയുമ്പോൾ അല്ല, അത് തർക്കഭൂമിയാണെന്ന് ഞാൻ പറയട്ടെ. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പച്ചക്കള്ളം പറയാണ്. ചൂണ്ടിക്കാട്ടിൽ എന്താണ് ഏതെങ്കിലും പല ഘട്ടങ്ങളിലും എം പിമാരടക്കം ആരിഫ് അടക്കം മന്ത്രിമാരടക്കം കണ്ടിരുന്നു. അവരൊന്നും പറയാത്ത കാര്യം അതാണ് പറഞ്ഞത്. ഉൾവിളി അല്ല പ്രിന്റു കാര്യം, ഉൾവിളി അല്ല യാഥാർത്ഥ്യമൊന്നുമല്ല. കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, കിനാനൂർ കാന്തലാട് വില്ലേജുകളെ 104 കുടുംബങ്ങൾ എയിംസുമായി ബന്ധപ്പെട്ട് കിടപ്പാടം വിട്ടു നിൽക്കാൻ തയ്യാറായിരുന്നു. കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്, വസ്തുവിന്റെ തർക്ക പ്രശ്നം കൊണ്ടാണ് തരാത്തതെന്ന് ഏതെങ്കിലും മാധ്യമങ്ങളോട് പറഞ്ഞോ? ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞു, ഏതെങ്കിലും നിവേദക സംഘത്തോട് പറഞ്ഞു, നിങ്ങളോട് ആധികാരികമായി ഏറ്റെടുത്തിട്ട് ഗവൺമെന്റ് ഓണർഷിപ്പിനകത്ത് നിങ്ങൾ കൊടുക്കൂ. അപ്പൊ ഉണ്ടാകും. നിങ്ങൾ 3 സ്ഥലങ്ങൾ ഒരു സ്ഥലം നിശ്ചയിക്കാൻ തർക്കമില്ല എന്നാണ്. അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞു പോലെ സാർ. ശരി ശരി, അത് അതെ ഏറ്റെടുത്ത് കൊടുക്കുന്നേ അല്ല, ഇത് കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. കാര്യം ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എന്താണ് രാഷ്ട്രീയമായി നിങ്ങൾ എതിർത്തോളൂ, നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം മനസ്സിലായി. പക്ഷെ ഈ ഉൾവിളികളുടെ അടിസ്ഥാനത്തിൽ അവിടെ വസ്തു തർക്കം എന്നൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിക്കരുത് പ്രിന്റു. അതിലേക്ക് വരാം. ശ്രീ മേരി ജോർജ്, നമുക്ക് ചർച്ച ചെയ്യാൻ സമയം പരിമിതിയുണ്ട് പ്രിന്റു. ചർച്ച ചെയ്യാൻ ഒരു കാര്യം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹൈസ്പീഡ് റെയിൽ നമ്മുടെ ഒരു ആവശ്യമാണ്. അതിവേഗ റെയിൽ നമുക്കറിയാം. വിഴിഞ്ഞം പദ്ധതി ഈ കഴിഞ്ഞ 2ാം ഘട്ട പദ്ധതി അടക്കം ഉദ്ഘാടനം ചെയ്ത് നിർമ്മാണ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിൻ്റെ ആകെ സ്വത്താണ്. എത്രയധികം വരുമാനമാണ് വരാൻ പോകുന്നത്. അതിനനുബന്ധമായി റെയിൽ റോഡ് കണക്ടിവിറ്റി വരണം, അതിനനുബന്ധമായി ഹൈസ്പീഡ് റെയിൽ വരണം. അതിന് കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണ്ടേ? ഇവിടെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. വിഴിഞ്ഞത്തിന് 1 രൂപ തന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഈ ഹൈസ്പീഡ് കോറിഡോർ റെയിൽവേക്ക് വേണ്ടി ഒരു വരി പറഞ്ഞില്ല. അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, കഴിഞ്ഞ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പറഞ്ഞപ്പോൾ 2 കാര്യം പറഞ്ഞു. കേരളത്തിൻ്റെ അതിദാരിദ്ര്യമുക്ത ആ കേരളമാക്കിയതിൽ പ്രശംസയുണ്ട്, ആരോഗ്യരംഗത്തെ പ്രശംസിച്ചു. അത് നമുക്ക് ചർച്ചയിലേക്ക് വരുന്നില്ല. പക്ഷേ എന്നാൽ പോലും അത് വന്നപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു എന്തൊക്കെ വരുമെന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ചോദ്യം, ഈ ഹൈസ്പീഡ് റെയിലിന് എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല? വിഴിഞ്ഞം ഇവർക്ക് അവകാശപ്പെട്ടതല്ലേ? വിഴിഞ്ഞത്തിന്റെ പൈസ ഇവർക്ക് കൂടി കിട്ടുന്നതല്ലേ? എന്തിനാണ് ഇങ്ങനെ ഈ ശത്രുത? അതായത് തീർച്ചയായിട്ടും അവിടെ ഒരു പരിഗണന കിട്ടാത്തത് പ്രതിഷേധാർഹം തന്നെയാണ്. പക്ഷേ എനിക്കൊരു സംശയം തോന്നുന്നത്, ഇവിടെ നമ്മളിപ്പോൾ ഈ ശ്രീധരനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഒരു റെയിലിനെ പറ്റി ഒരു എഗ്രിമെൻറ്റിലെത്തി എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. ആ സമയത്ത് തന്നെ കേരളത്തിൻ്റെ ബജറ്റിൽ നമ്മൾ വേറൊരു റെയിൽ സിസ്റ്റത്തെ പറ്റി റാപ്പിഡ് റെയിൽ കൊണ്ടുവരുന്നതിനെ പറ്റി ഒരു അജണ്ട വയ്ക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ കേന്ദ്രത്തിന് തോന്നിക്കാണും അവർ തീരുമാനിച്ചതുപോലെ അവർ മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ചത് കൊണ്ടാകാം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ അവർ തന്ന പ്രതീക്ഷ മറികടന്ന് ബജറ്റിൽ അതിനെപ്പറ്റി ഒരു ശബ്ദം പോലും മിണ്ടാത്തത് എന്ന് ഞാൻ കരുതുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇവർ ഈ വായ്പയൊന്നും തരാതിരിക്കുകയും കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയൊക്കെ ചെയ്തപ്പോഴേ ബദലുണ്ടാക്കിയതാണ് കിഫ്ബി എന്ന് പറയുന്നത്. ഇവർ തന്നിട്ടാണോ 5 ലക്ഷം വീടുകൾ വെച്ചത്? ഇവർ തന്നിട്ടാണോ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്? ഇവർ തന്നിട്ടാണോ ദേശീയപാത വികസനത്തിന് ബാക്കി പൈസ കൊടുത്തത്? ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചർ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാര്യം ശ്രീ ജോർജ് ജോസഫ് ഈ പറയുന്നത് പോലെ ഒരു ബജറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു കേരളത്തെ മാത്രമല്ല കേരളം എന്ന് പറയുന്നത്, വിഴിഞ്ഞം എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന് മാത്രമല്ല, റെയിൽ റോഡ് കണക്ടിവിറ്റി ഹൈസ്പീഡ് കേരളത്തിന് മാത്രമല്ല, രാജ്യത്തിൻ്റെ മൊത്തമുള്ള വികസനത്തിലാണ്. ദേശീയപാത വികസനം വരുമ്പോൾ അത് കേരളം മാത്രം ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കേരളത്തിനൊരു പ്രശ്നം വരുമ്പോൾ അവർ റെയിൽ റോഡ് കണക്ടിവിറ്റി അവർ ഇല്ലാതാക്കും. വിഴിഞ്ഞം പദ്ധതിക്ക് പൈസ തരത്തില്ല. ഈ ഒരു മാജിക്ക്, ഈ ഒരു എക്കണോമിക് പ്ലാൻ അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ശ്രീ ജോർജ് ജോസഫ്. അല്ല, ഒരു രാജ്യത്തിൻ്റെ തുറമുഖം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തുറമുഖത്തിന് ആയിട്ട് പ്രത്യേക ഒരു വകുപ്പില്ല, ഒരു മന്ത്രിക്ക് അതിൻ്റെ ചുമതലയുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ഈ രാജ്യത്തിൻ്റെ തുറമുഖങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്
തുറമുഖ വകുപ്പും കപ്പൽ ഗതാഗത വകുപ്പും അടക്കമുള്ള കേന്ദ്രത്തിൻ്റെ അധികാര സീമയിലുള്ള വകുപ്പുകളാണ്. ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ വിഴിഞ്ഞത്തിൻ്റെ നടത്തിപ്പ് ചുമതലയാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ സ്വത്തായിട്ടുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തുറമുഖം, കേരളത്തിൻ്റെ തുറമുഖം നമ്മൾ പുറത്ത് പറയില്ല, ഇന്ത്യയുടെ തുറമുഖം എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ പോലും അവഗണന. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇപ്പോൾ VGF വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിൽ 807 കോടി രൂപ കേരളത്തിന് അത് കിട്ടേണ്ട കാര്യം. പക്ഷേ ആ VGF പോലും നൽകാൻ തയ്യാറല്ല. ആ VGFന് അനുവദിച്ച തുക തിരിച്ചടയ്ക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ തുറമുഖം വഴി വരുന്ന കപ്പൽ ഗതാഗതത്തിലൂടെ ഉണ്ടാകുന്ന ഇമ്പോർട്ടിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും ഡ്യൂട്ടി അടക്കം ഉള്ള നിരവധിയായ വരുമാനങ്ങൾ, അതായത് വരുമാനത്തിൻ്റെ ഒരു വലിയ സിംഹഭാഗവും പോകുന്നത് കേന്ദ്ര സർക്കാരിലേക്കാണ്. ആ കേന്ദ്ര സർക്കാർ തന്നെയാണ് വിഴിഞ്ഞത്തിന് ഏകദേശം തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള പരിപാടികളിലേക്ക് പോകുന്നത്. ഇതേ കേന്ദ്ര സർക്കാർ തമിഴ്നാട്ടിലെ തുറമുഖത്തിന് VGF അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും VGF അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തോട് മാത്രം ആ ഒരു നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. പിന്നെ ഹൈസ്പീഡ് റെയിലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ E. ശ്രീധരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൺസെൻറ്റോടു കൂടിയാണല്ലോ. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു സുപ്രഭാതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഉൾവിളി ഉണ്ടായതുപോലെ പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ഏതൊക്കെ രീതിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളൊരാശയമാണ്. അങ്ങനെ വരുമ്പോൾ അത്തരം ഒരു പദ്ധതി രാജ്യത്ത് പല സംസ്ഥാനങ്ങൾക്കുമായിട്ട് 7 സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ കാര്യം കേരളം നോക്കിക്കോളും, അത് അവർ നടത്തിക്കോളും എന്നുള്ള ചിന്ത ഒരു ദേശീയ ഗവൺമെൻറ് എടുക്കണത് എങ്ങനെയാണ്? അങ്ങനെ ഒരു നിലപാടിലേക്ക് ഒരു ദേശീയ സർക്കാരിന് പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ചെന്നൈ, ഹൈദരാബാദ്, തമിഴ്നാടും ഹൈദരാബാദും കൂടെ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശും കൂടെ നോക്ക്, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകാമല്ലോ. ഇത്തരം റെയിൽവേ സംവിധാനങ്ങളും ഈ കണക്ടിവിറ്റി എല്ലാം രാജ്യത്തിനകത്താണ്, കേരളത്തിൻ്റെ മാത്രം കാര്യമല്ല. ഇപ്പോൾ വേണമെങ്കിൽ 2 സംസ്ഥാനങ്ങളെ ബന്ധിച്ചിട്ട് കൊച്ചി ബാംഗ്ലൂർ ഒരു കോറിഡോർ അല്ലെങ്കിൽ ഹൈസ്പീഡ് ട്രാൻസിഷൻ സിസ്റ്റം പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. ഇത് ആലോചനയിലുണ്ടായിരുന്ന ഒരു കാര്യം ഇവിടെ എല്ലാം അന്തരീക്ഷത്തിൽ വളരെ ശക്തമായി ഉയർന്നു എന്നുള്ളൊരു ആവശ്യം അത് നടക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുകയും അതിനുശേഷം അത് ശൂന്യമായി പോകുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇതാണ് പ്രശ്നം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച എയിംസിൻ്റെ കാര്യം വന്നപ്പോൾ, എയിംസ് അനുവദിച്ചില്ല എന്നുള്ള കാര്യം വന്നപ്പോൾ ആയുർവേദത്തിൻ്റെ രംഗത്ത് എയിംസ് പോലുള്ള ആ നിലവാരത്തിലുള്ളൊരു 3 ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രഖ്യാപിക്കുമ്പോൾ അത് കേരളത്തിന് പരിഗണിക്കാമല്ലോ. കാരണം കേരളത്തിൻ്റെ ആയുർവേദ പാരമ്പര്യം അത്രയും വളരെ ശക്തമാണ്, ഡീപ്പായിട്ടുള്ളൊരു ആയുർവേദ പാരമ്പര്യമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതുപോലെ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു ഉൾനാടൻ ജലപാതയുടെ കാര്യത്തിൽ അങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് അടിസ്ഥാനപരമായി കേരളത്തിന് വലിയ ഊന്നൽ നൽകുന്ന ഒരു പ്രോജക്റ്റിൻ്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിഷേധാത്മകമാണ്. ശ്രീ അൽബോസ്, ഏതായാലും താങ്കൾ നേരത്തെ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന നിലപാടെടുക്കരുത് എന്ന തരത്തിലാണ്. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാർ പലതരത്തിലും കേരളത്തെ ഞെരുക്കുമ്പോൾ, പല വായ്പകൾ വെട്ടി ഇല്ലാതാക്കുമ്പോൾ, കോടതിയിലേക്ക് വരെ പോകേണ്ടി വരുമ്പോൾ നിങ്ങളുടെ പാർട്ടി എടുക്കുന്ന നിലപാടാണ് ഏതായാലും കടന്നടിച്ചുകൊള്ളട്ടെ, കേരളത്തിലെ സർക്കാരും BJPയും കടന്നടിച്ചുകൊള്ളട്ടെ, കേന്ദ്രവും തമ്മിൽ അടിച്ചുകൊള്ളട്ടെ, ഏതായാലും നമുക്ക് കിട്ടണം പണമെന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഏറ്റവും ഒടുവിലായി തന്നെ നിങ്ങൾ പാർലമെൻറ്റിൽ VBG റാം നിങ്ങൾ കൊണ്ടുവന്ന് തന്നെ ദേശീയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതില്ലാതാക്കി അതിൻ്റെ അന്തസ്സത്തെ ചോർത്തി തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന ബില്ല് അവിടെ അവതരിപ്പിക്കുന്ന വേളയിൽ നിങ്ങളവിടെ നിങ്ങളുടെ പാർട്ടിക്കാർ MP-മാർ പുറത്തു വന്ന് പൊറ്റിയെ കയറ്റിയത് അയ്യപ്പ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മറുപടിയൊക്കെ പിന്നീട് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് പ്രശ്നം, നിങ്ങൾക്കാണ് ഈ പ്രശ്നം. ഈ ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. കേരളത്തിൻ്റെ സർക്കാരിന് എന്ത് പണി കിട്ടിയാലും കുഴപ്പമില്ല, കേരളം നശിച്ചു പോയാലും കുഴപ്പമില്ല, ആ സർക്കാരിന് പണി കിട്ടുമല്ലോ, ആ കൗതുകം, അതാണ് പ്രശ്നം. ഞാൻ ഈ ചർച്ചയിൽ ഇപ്പോൾ താങ്കൾ പറയുമ്പോഴും ഞാനതിൽ കൊത്താൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പറയാനുണ്ട്, CPM-നെതിരെ നന്നായി പറയാനറിയാം, ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ എണ്ണി പറയാനറിയാം. ഞാൻ അതിൽ കൊത്തുന്നില്ല, ഇപ്പോഴും കൊത്തുന്നില്ല. ഞാൻ ഈ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിനെതിരായിട്ടുള്ള ചർച്ചയിൽ BJP ഉയർത്തുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയവും
കേരളത്തിലെ പൊതുവികസനത്തിന് എതിരായി നിൽക്കുന്ന സമീപനത്തിനുമെതിരെ മാത്രം ഇന്നത്തെ ചർച്ച കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ എത്ര എന്നെ പ്രൊവോക്കേറ്റ് ചെയ്താലും ഞാനതിലേക്ക് തൽക്കാലം വരുന്നില്ല. പിന്നെ താങ്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറയുകയാണ്. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെൻറ് ഡിസിഷൻ എടുക്കുമ്പോൾ ദേശീയ തലത്തിൽ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് നിലപാടെടുക്കണം. ഇന്നിപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് ഒന്നാം നരേന്ദ്രമോദി സർക്കാരിനും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിനും ഇല്ലാത്ത പ്രത്യേകത ഇന്നുണ്ട്. ഇന്ന് ഒരു ഡിസബിലിറ്റി ഗവൺമെൻറ്റാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിസബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ വളരെ കൃത്യമായി ഒന്ന് ആലോചിച്ചു, ഒരു ഗവൺമെൻറ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാണ്? ആദ്യം ഒരു ബീഹാർ പാക്കേജ്, അതിനോടൊപ്പം തന്നെ ഒരു ആന്ധ്ര പാക്കേജ്. എന്തിനാണ്? കേന്ദ്ര സർക്കാർ നിലനിൽക്കണമെങ്കിൽ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പിന്തുണ വേണം. അതിനുവേണ്ടി മാത്രം പാക്കേജ് പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെയാണ് കാണേണ്ടത്. കേരളത്തിൽ ഞങ്ങളുടെ ഗവൺമെൻറ് അല്ല, NDA ഗവൺമെൻറ് അല്ല, അതുകൊണ്ട് ഇങ്ങനെയേ പറ്റൂ, ഞങ്ങളുടെ ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ തന്നേനെ. ഇതെന്തൊരു മര്യാദ ആണ്? ഒരു മര്യാദയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോ രാഷ്ട്രീയ പാർട്ടിക്കോ പറയാൻ കഴിയുന്ന കാര്യമാണോ ഈ ജനാധിപത്യ ക്രമത്തിൽ? ഞങ്ങൾക്ക് അധികാരം തന്നാൽ ഞങ്ങൾ തരും, എന്താ ഇവരോട് വല്ലതും കൈവായ്പ മേടിക്കാൻ ചെല്ലുന്ന കാര്യമാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ആണോ? മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടേക്കൊരു പ്രഖ്യാപനം, ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടേക്കൊരു പ്രഖ്യാപനം. ഇപ്പം കേരളത്തിൽ ഇവർക്ക് കെട്ടിവെച്ച കാശ് കിട്ടത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ എവിടുന്നെങ്കിലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 1-2 മണ്ഡലങ്ങളിൽ ഒക്കെ വോട്ടങ്ങോട്ട് കൂടി എന്ന ഒരു സ്ഥിതി വന്നു. ആ സ്ഥിതി വന്നതിന് ശേഷം ഇപ്പോൾ അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണോ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾ ഞങ്ങൾക്ക് ഗവൺമെൻറ് തന്നില്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഞങ്ങളാണ്, കേരളത്തെ ഞങ്ങൾ അനുഭവിപ്പിക്കും. ഭീഷണിയാണോ? അപ്പോൾ ആ നിലയിലെ രാഷ്ട്രീയം ഉയർത്തുമ്പോൾ അതിനെതിരായ ഒരു ചർച്ച, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ ഞാനും ശ്രീ ആരിഫും ഒരേ ബ്യൂറോയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ തമ്മിൽ തർക്കിക്കുന്നില്ല, തർക്കിച്ചിട്ടുണ്ട്, ഞങ്ങൾ പല ചർച്ചകളിലും തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീ അൻവോസ്, താങ്കൾ ഞാൻ പറഞ്ഞതിലേക്ക് കൊത്താൻ വരേണ്ട. പക്ഷേ ഇതിപ്പോ കേരളത്തിന്റെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ എടുത്ത നിലപാട്, നിങ്ങൾ കൂടി ഈ സമരമുഖത്ത് വരണമായിരുന്നു. ഇവർ കാണിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഡൽഹിയിലെ സമരത്തിലടക്കം പങ്കെടുക്കണമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു പോയെന്നുള്ളത്. എന്തായാലും ആ ചർച്ചയിലേക്ക് വേണ്ട. ശ്രീ ആരിഫ്, ഏതായാലും ഇപ്പോൾ കടലാമ സംരക്ഷണ കേന്ദ്രം കിട്ടുന്നുണ്ട്. താങ്കളുടെ സമയപരിമിതിയൊക്കെ ഉണ്ട്. ഒറ്റ വരിയിൽ അവസാനിപ്പിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ഒരു സമരത്തിൽ പോയതിനെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിന് വേണ്ടി 19 എംപിമാരുള്ളപ്പോഴും 18 എംപിമാരുള്ളപ്പോഴും ഞങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി സമരങ്ങൾ ഡൽഹി കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും നിങ്ങളുണ്ടായിരുന്നില്ല. പിന്നെ കേരളത്തിൽ വന്നിട്ടുള്ള വിഷയം എടുത്തു നോക്കൂ. കർഷക നിയമവുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസ്സാക്കാൻ നമ്മളില്ലേ? പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരിക്കുന്ന ആളുകൾ ഒന്നിച്ചല്ലേ തീരുമാനമെടുത്തത്? അപ്പം നമ്മൾ കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ നിയമപരമായി സഭയ്ക്കകത്തടക്കം ഒന്നിച്ച് പ്രമേയം പാസ്സാക്കി തീരുമാനമെടുത്ത നമ്മൾ ഡൽഹിയിൽ പോയി ഞങ്ങൾ 10, 20, 30 സമരം നടത്തുമ്പോൾ ആ സമരത്തിൽ ഒരു ഘട്ടത്തിലും ഭാഗമാകാത്ത കേരളത്തിലെ ഗവൺമെൻറ്റും കക്ഷികളും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം വേളം വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞങ്ങൾ നിരന്തരം മോഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന BJPയുടെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി എതിർക്കുന്നവരാണ്. ഞാൻ ഇതിലേക്കൊന്നും പോകണ്ടെന്ന് കരുതിയാണ്. നിങ്ങൾ ഇത് കേട്ടേ പറ്റുള്ളൂ, കേൾപ്പിച്ചേ പറ്റുള്ളൂ എങ്കിൽ പിന്നെ പറയാം. ഈ മോദിക്കെതിരെ ഒരു കാര്യം കൂടി, മോദിക്കെതിരെ സമരം ചെയ്യാൻ ഏറ്റവും ഒടുവിലെ നമ്മൾ കണ്ടതാണ്. മോദിക്കെതിരെ സമരം ചെയ്യാൻ ബീഹാറിലെ എല്ലാ കോൺഗ്രസ് MLA-മാരും BJP നമ്മൾ കണ്ടതാണ്, മറ്റത്തൂരിൽ കണ്ടതാണ്. സമയമില്ല ശ്രീ അൻവോസ്. ശ്രീ ആരിഫ്, അല്ല അങ്ങനെയാണ്, സമയമില്ല. താങ്കൾ പറഞ്ഞ പോലെ തന്നെ സമയമില്ല. ഈ സമരം എങ്ങനെയാണ് നടത്തുന്നത്? BJP-ക്കെതിരെ നടത്തുന്ന സമരം കേരളം കണ്ടതാണ്, രാജ്യം കണ്ടതാണ് ശ്രീ അൻവോസ്. ആ വിഷയങ്ങൾക്ക് നമുക്ക് പിന്നീട് വരാം. കേരളത്തിലെ കേരളത്തിലെ അതായത് നമ്മൾ കണ്ടതാണ് BJP-യിലെ ഈ MLA-മാരും സമയമില്ല ശ്രീ അൻവോസ്. ശ്രീ ആരിഫ്, ഏതായാലും ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ഇനി എന്തായാലും കേരളത്തിലെ കാര്യം പറ. പശ്ചിമ ബംഗാളിലെയും ഒറീസയിലെ ആസാമിലെയും ത്രിപുരയിലെയും കാര്യമൊക്കെ പറഞ്ഞു പോകണം. പശ്ചിമ ബംഗാളിലെ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയോട് ഒന്ന് ഒരു പശ്ചിമ ബംഗാളുകാരെന്ന് ചോദിച്ചത് കേട്ടതാണല്ലോ. സമയമില്ല ശ്രീ അൻവോസ്. ആരിഫ്, നമുക്ക് ചർച്ചയുടെ അവസാനിപ്പിക്കാം. കടലാമ സംരക്ഷണ കേന്ദ്രം നമ്മളൊരു ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം കളഞ്ഞും ദിശ മാറ്റി കൊണ്ടുപോകും. ഒരു അവതാരകന് ചേർന്നല്ല, ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ. കൈരളി ചാനലാണെന്ന് എനിക്കറിയാലോ, CPM ആണെന്ന് എനിക്കറിയാലോ. പക്ഷെ നമ്മള് ഇപ്പോൾ ഒരു പൊതുശത്രുവിനെതിരായ ചർച്ച നടക്കാണ്.
ഒരു പൊതുവിഷയത്തിൽ നിങ്ങൾ എടുക്കുന്ന നിലപാട് എന്താണ്? അതാണ് പ്രശ്നം. ആ പൊതുശത്രുവിനെതിരെ നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുന്നത്? നിങ്ങളുടെ പാർട്ടി നിങ്ങൾ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പാർട്ടി പാടിയായിരുന്നു നിങ്ങൾ എംപിമാർ. അതാണ് പ്രശ്നം. ഇന്ത്യൻ പൊളിറ്റിക്സിൽ CPM-ന് എന്ത് കാര്യം? അതിന് ന്യായം കൊണ്ടിരിക്കില്ല. ഇന്ത്യൻ പൊളിറ്റിക്സിൽ CPM-ന് എന്ത് കാര്യം? ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇന്ത്യൻ ഏതായാലും നമുക്ക് ചർച്ചയുടെ ഈ ഇടപാട് ഒരുപക്ഷെ ആലപ്പുഴയെ ബാധിക്കുന്നതാണ്. ഈ കരിമണൽ ഖനനവും അതോടൊപ്പം തന്നെ ആമ സംരക്ഷണ കേന്ദ്രവും. ആ ധാതുമണൽ ഖനനം ഒരുപക്ഷെ രാജീവ് പറഞ്ഞ തന്നെ സംശയം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അടിച്ചു മാറ്റാനാണ് പരിപാടി. അല്ല, ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ ചർച്ചയുടെ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായ പൊതുസമരവേദികൾ രൂപപ്പെടേണ്ടത് ആവശ്യമാണ്. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രാഷ്ട്രീയമായി നമ്മളുള്ളപ്പോൾ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ഞാൻ പാർലമെൻറ്റിലുണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം ഡൽഹിയിൽ വന്ന് കേരളത്തിൻ്റെ അവകാശം, കേരളത്തിൻ്റെ നികുതി വിഹിതമടക്കം തരാത്ത ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ കേസിന് പോവുകയും സമരം ചെയ്യുകയും ചെയ്തു. CPIM-ൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ CPI-യുടെ നേതൃത്വവും എല്ലാം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയോടും അതുപോലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തോടും ആ സമരത്തിൽ അണിചേരണം എന്ന് പറയുകയുണ്ടായി. ഡൽഹി മുഖ്യമന്ത്രി ശ്രീ കേജ്രിവാൾ, അതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ, അതുപോലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും അല്ല പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി ശ്രീ മാൻ, അങ്ങനെ തുടങ്ങി എല്ലാവരും ആ വേദിയിൽ വന്ന്, കപിൽ സിബൽ അതുപോലെ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ ഒട്ടേറെ നേതാക്കന്മാർ, എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും നേതാക്കന്മാർ വന്ന് അവിടെ അഭിവാദ്യം ചെയ്തു. ഞങ്ങൾ വലിയ പ്രതീക്ഷിച്ചിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൂടി വരും എന്ന് കരുതിയിരുന്നു. ദൗർഭാഗ്യവശാൽ വന്നില്ല. ആ വരാത്ത പ്രശ്നമായിരിക്കും അങ്ങ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. അപ്പം എന്തായാലും ശരി, അതൊരു വേറൊരു വിഷയമാണ്. തന്നെയാണ് ശ്രീ ആരിഫ്, സമയപരിമിതി മൂലം ഈ ചർച്ചയുടെ അവസാനിപ്പിക്കേണ്ടി വരും. താങ്കൾ സൂചിപ്പിച്ചത് തന്നെയാണ്. അത് തന്നെയാണ് ശ്രീ അനിൽ ബോസിനോട് ഈ പൊതുശത്രുവിനെതിരെ സമരരംഗത്ത് പോകുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം അങ്ങനെ തന്നെ ചർച്ചയിൽ ശ്രീ അനിൽ ബോസ്, ശ്രീ ആരിഫ്, ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ആരിഫ്, അനിൽ ബോസ്, മേരി ജോർജ്, ജോർജ് ജോസഫ്, പ്രിൻറ്റു മഹാദേവ്. ഇനി നാളെ ഇതേ സമയം ന്യൂസ് ആൻഡ് വ്യൂസ് തുടരും.